ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ കരുത്തും വൈദഗ്ധ്യവും ദുബായിൽ പ്രദർശിപ്പിക്കും. നവംബർ 17 മുതൽ 18 വരെ യുണൈറ്റഡ് അറബ് എമിറേറ്റിൽ നടക്കാനിരിക്കുന്ന ദുബായ് എയർ ഷോ 2025ലേക്ക് ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് നയിക്കുമെന്ന് പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. പ്രസ്താവന പ്രകാരം പ്രതിനിധി സംഘത്തിൽ പ്രതിരോധ വകുപ്പ്, പ്രതിരോധ ഉൽപാദന വകുപ്പ്, വിദേശകാര്യ മന്ത്രാലയം, സായുധ സേന എന്നിവയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടുന്നു. എയർ ഷോയോടനുബന്ധിച്ച് സഹമന്ത്രി സഞ്ജയ് സേത്തും UAE സഹമന്ത്രിയും തമ്മിൽ ഒരു ഉഭയകക്ഷി കൂടിക്കാഴ്ചയും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലെ പ്രതിരോധ സാങ്കേതിക വിദ്യയിലും നിർമ്മാണത്തിലും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനായി ഇന്ത്യ, UAE, ഓസ്ട്രേലിയ, USA, ബ്രസീൽ, UK, ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ള 50ഓളം കമ്പനികളുമായി ഒരു വ്യവസായ റൗണ്ട് ടേബിളിലും അദ്ദേഹം അധ്യക്ഷത വഹിക്കും. ദുബായ് എയർ ഷോയിൽ സജ്ജീകരിച്ച ഇന്ത്യ പവലിയൻ സഹമന്ത്രി സഞ്ജയ് സേത്ത് ഉദ്ഘാടനം ചെയ്യും. പവലിയൻ HAL, DRDO, കോറൽ ടെക്നോളജീസ്, ഡാൻഡൽ ഹൈഡ്രോളിക്, ഇമേജ് സിനർജി, എക്സ്പെല്ലർ, SFO ടെക്നോളജീസ് എന്നിവയുടെ സ്റ്റോളുകൾ ഉണ്ടായിരിക്കും. പവലിയന് പുറമെ ഭാരത് ഫോർജ്, ബ്രഹ്മോസ്, ടെക് മഹീന്ദ്ര, HBL എഞ്ചിനീയറിംഗ് എന്നിവയുൾപ്പെടെ 19 ഇന്ത്യൻ വ്യവസായങ്ങൾ സ്വതന്ത്രമായി അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുമെന്നും പ്രസ്താവന എടുത്തു കാണിക്കുന്നു. കൂടാതെ 15 ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ അവരുടെ ഉൽപ്പന്നങ്ങളും പരിഹാരങ്ങളും പ്രദർശിപ്പിക്കും. സൂര്യകിരൺ എയറോബാറ്റിക് ടീമിനും LCA തേജസിനുമൊപ്പം ഇന്ത്യയും വ്യോമസേനയും എയർ ഷോയിൽ പങ്കെടുക്കും. ബോംബാർഡിയൻ, ഡസോൾട്ട് ഏവിയേഷൻ, എംബ്രൈൻ, തേൽസ്, എയർബസ്, ലോക്ഹീഡ് മാർട്ടിൻ, കാലിഡസ് തുടങ്ങിയ പ്രമുഖ അന്താരാഷ്ട്ര എയറോസ്പേസ് കമ്പനികൾ ഉൾപ്പെടെ 180 രാജ്യങ്ങളിൽ നിന്നുള്ള 1500-ലധികം പ്രദർശകരും 1,48,000-ലധികം വ്യവസായ പ്രൊഫഷണലുകളും പങ്കെടുക്കുന്ന ഒരു ദിവത്സര പരിപാടിയാണ് ദുബായ് എയർ ഷോ. ദുബായ് എയർ ഷോയ്ക്കായി സൂര്യകിരൺ എയറോബാറ്റിക് ടീമും തേജസ് യുദ്ധവിമാനങ്ങളും ഉൾപ്പെടുന്ന ഇന്ത്യ വ്യോമസേന സംഘം അൽ മക്തൂം എയർബേസിൽ വന്നിറങ്ങിയതായി ഇന്ത്യൻ വ്യോമസേന മീഡിയ കോഓർഡിനേഷൻ സെന്റർ ശനിയാഴ്ച വ്യക്തമാക്കി. ഇന്ത്യ വ്യോമസേനയുടെ പ്രശസ്തമായ സൂര്യകിരൺ എയറോബാറ്റിക് ടീം 1996-ൽ രൂപീകൃതമായി. ലോകത്തിലെ വളരെ ചുരുക്കം 9 വിമാനങ്ങളുള്ള എയറോബാറ്റിക്സ് ടീമുകളിൽ ഒന്നാണിത്. ഏഷ്യയിലെ ഒരേ ഒരു ടീമും. ചൈന, ശ്രീലങ്ക, മ്യാൻമാർ, തായ്ലൻഡ്, സിംഗപ്പൂർ, UAE എന്നിവിടങ്ങളിലെ വ്യോമ പ്രദർശനങ്ങളിൽ ഇന്ത്യ വ്യോമസേനയുടെ പ്രൊഫഷണലിസം പ്രദർശിപ്പിക്കുന്നതിനൊപ്പം ഇന്ത്യയിൽ 500-ലധികം പ്രദർശനങ്ങൾ ഈ അതുല്യ സംഘം നടത്തിയിട്ടുണ്ട്. ഹോക്ക് MK 132 വിമാനം പറത്തി ഇന്ത്യയിലും വിദേശത്തും നിരവധി കാണികളെ ഈ ടീം ആകർഷിച്ചിട്ടുണ്ട്. വ്യക്തിഗത കഴിവുകൾ, ടീം വർക്ക്, സൂക്ഷ്മമായ ആസൂത്രണം എന്നിവയുടെ സുഗമമായ സംയോജനമാണ് ടീമിന്റെ പ്രദർശനങ്ങൾ ഉൾപ്പെടുന്നത്. അതിശയിപ്പിക്കുന്ന ഫോർമേഷൻ ലൂപ്പുകളും ബാരൽ റോളുകളും ഗുരുത്വാകർഷണത്തെ എതിർക്കുന്ന ക്രോസ് ഓവറുകളിലേക്കും അവരുടെ പ്രകടനങ്ങൾ ആകാശ കലാവൈഭവത്തിന്റെ പരിധികൾ ഭേദിക്കുന്നു. സ്കാറ്റ് എന്നറിയപ്പെടുന്ന സൂര്യകിരൺ എയറോബാറ്റിക് ടീം സദൈവ സർവോത്തം എന്ന മുദ്രാവാക്യം അനായാസം പിന്തുടരുന്നു. എല്ലായ്പ്പോഴും മികച്ചത് എന്ന പഴഞ്ചൊല്ല് ഉചിതമായി വിവരിക്കുന്നു. അതേസമയം വർദ്ധിച്ചുവരുന്ന പ്രാദേശിക സൈനിക ചെലവുകൾക്കൊപ്പം വൻതോതിലുള്ള വാണിജ്യ വ്യോമയാന ആവശ്യകതയും കൂടിച്ചേരുന്ന ഗൾഫ് ഒരു പ്രധാന ബഹിരാകാശ പ്രതിരോധ പരിപാടിക്ക് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാണെന്ന് പറയാം. അന്താരാഷ്ട്ര ബന്ധങ്ങൾ അതിന്റേതായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള സന്നദ്ധത UAE സ്ഥിരമായി പ്രകടിപ്പിക്കുന്നതിനാൽ 2025-ൽ വ്യവസായം അവസാനിക്കുമ്പോൾ ഈ ആഴ്ച ദുബായ് എയർ ഷോ അതിന്റെ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. മിഡിൽ ഈസ്റ്റിലെ എയർലൈനുകൾ, വിമാനത്താവളങ്ങൾ, മറ്റ് സിവിൽ ഏവിയേഷൻ സേവനദാതാക്കൾ എന്നിവരുടെ ചിലവ് ഈ വർഷം $28 ബില്യൺ കവിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2030 ആകുമ്പോഴേക്കും ഇത് $35 ബില്യൺ കഴിഞ്ഞ ആഴ്ച ഷോയിൽ 300-ലധികം പുതിയ വാണിജ്യ വിമാന ഓർഡറുകളും പ്രതിബദ്ധതകളും പ്രഖ്യാപിക്കുമെന്ന് IBA കൺസൾട്ടൻസി പ്രവചിച്ചു. വളരെ ഏകദേശ ശരാശരി വിലനിർണ്ണയത്തെ അടിസ്ഥാനമാക്കി ഈ ബിസിനസ് വർഷാവസാന കണക്കിൽ ഏകദേശം $60 ബില്യൺ ചേർക്കാൻ സാധ്യതയുണ്ടെന്നും വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.